വീണയിലും ദിവ്യവേണുവിലും വേദന തീർക്കും സംഗീതമാ. വീണയിലും ദിവ്യവേണുവിലും വേദന തീർക്കും സംഗീതമാ. ഉണരാനായിടും ചൈതന്യമേ ഉഷസിനുള്ളിൽ ഉണരണമേ. ഉണരാനായിടും ചൈതന്യമേ ഉഷസിനുള്ളിൽ ഉണരണമേ. ഉലകിൻ പാലകനീശ്വരനെ ഓർക്കും ഞാൻ സ്തുതി ചൊല്ലിടും. ഉലകിൻ പാലകനീശ്വരനെ ഓർക്കും ഞാൻ സ്തുതി ചൊല്ലിടും. താമരയിൽ ചെറുതാരകയിൽ പാലൊളി വീശും ചന്ദ്രികയിൽ താമരയിൽ ചെറുതാരകയിൽ പാലൊളി വീശും ചന്ദ്രികയിൽ പാവന ചൈതന്യമായി വിളങ്ങും അരപ്പൊളിയുള്ളിൽ വിരിയണമേ. പാവന ചൈതന്യമായി വിളങ്ങും അരപ്പൊളിയുള്ളിൽ വിരിയണമേ. ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ നമുക്കൊരു നിമിഷം നമ്മുടെ ഇടവക സമൂഹത്തെയും നമ്മുടെ നാടിനെയും ലോകത്തെ മുഴുവനും തിരുസന്നിധിയിൽ നമുക്ക് ഈ സമയം സമർപ്പിക്കാം. കർത്താവിൻ്റെ അൽത്താരയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമുക്ക് സമർപ്പിക്കാം. ലോകത്തെ മുഴുവൻ കർത്താവിൻ്റെ സൗഖ്യദായകമായ കരം നീട്ടി സ്പർശിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ ഭീതിയിൽ നിന്നും ആകുലതയിൽ നിന്നും ഉൾപ്പെടയിൽ നിന്നും എല്ലാ മനുഷ്യരെയും സമാശ്വസിപ്പിക്കണമേ എന്നും പ്രത്യാശയോടെ മുന്നോട്ട് പോകാനുള്ള ധൈര്യം കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പരിശുദ്ധ ബലി സ്നേഹപൂർവ്വം അർപ്പിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നില്ല ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നാമമൊരു പീഠമൊരുക്കിടാം. ഒരുവിൻ സ്നേഹമോടിയാകും തിരുമുമ്പാകെയണച്ചിടാം. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന
അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനും ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനും ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനും ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഒന്ന് ചൂടിയിരിക്കുന്ന ഞങ്ങളെ തൃക്കൻ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രന്റെ രക്ഷാകര രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയിൽ തുടരുകയും മനുഷ്യവംശത്തിന് ശാന്തിയും സമാധാനം നൽകുകയും ചെയ്യുന്നുവല്ലോ. ഈ ദൈവിക രഹസ്യങ്ങളിൽ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവ്വം. സൈന്യമെന്നെ വളഞ്ഞാലും വൈരികൾ പിന്തുടർന്നാലും ഭീതിയിലേക്കു തെല്ലും ദൈവമാണ് പാലകൻ. പ്രിയതമങ്ങേ വസതി കഴിയുവാനൻ മോഹം, മധുരമങ്ങേ മഹിമയിൽ മറയുവാനൻ ദാഹം. കണ്ണിനങ്ങേ കതിരുകൾ കണ്ടു കണ്ടു മയങ്ങണം. കാതിനങ്ങേ കനികളും കഥകൾ കേട്ടു ലയിക്കണം. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവ്വവും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രതിഷ്ഠാവുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് ഒളിച്ചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും
മഹത്വപ്പെടുത്തുവാനും നിങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാലും എല്ലാറ്റിൻ്റെ സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായിലേക്കും. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും നിങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായിലേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്ക് കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തുവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. എൻ്റെ സഹോദരി, നിങ്ങളിരുന്ന ദിവസതയോടെ കാതോർക്കുവിൻ. നിയമാവർത്ത പുസ്തക വായന 1-ാം അധ്യായം 5 മുതൽ 8 വാക്യങ്ങൾ ഗുരുവാശീർവദിച്ചാൽ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ജോർദാന്റെ അക്കരെ മോവാബ് ദേശത്ത് വെച്ച് മോശ നിയമം വിശദീകരിക്കാൻ തുടങ്ങി. നമ്മുടെ ദൈവമായ കർത്താവ് ഹോറേബിൽ വെച്ച് നമ്മോട് അരുളി ചെയ്തു, നിങ്ങൾ ഈ മലയിൽ വേണ്ടത്ര കാലം താമസിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ വിട്ട് അമോര്യരുടെ മലപ്രദേശത്തേക്കും അവരുടെ അയൽക്കാർ പാർക്കുന്ന മരുഭൂമി, മലപ്രദേശം, സമതലം, നെഗബ്, കടൽത്തീരം എന്നിവിടങ്ങളിലേക്കും പോകുകയും കാനാന്യരുടെ ദേശത്തേക്കും ലെബനോനിലേക്കും മഹാനദിയായ യൂഫ്രട്ടീസ് വരെയും നിങ്ങൾ പോകുകയും. ഇതാ, ആ ദേശം നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു. കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും അവർക്ക് അവിടെ സന്തതികളുമായി നൽകുന്നു വാഗ്ദാനം ചെയ്ത ദേശം ചെന്ന് കൈയടക്കുകയും. ദൈവമായ കർത്താവിന് സ്തുതി. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. കരവിരുതല്ലോ വാദവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹാക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ
തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നേ വേദികയിൽ. ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം എന്നീ വേദികയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നിങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവനായകവും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾ ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയെ ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം 1 മുതൽ 7 വരെ വാക്യങ്ങൾ ഗുരു ആശ്വദിച്ചാൽ. ഇനി നിങ്ങൾ എഴുതി ചോദിച്ച കാര്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കാം. സ്ത്രീയെ സ്പർശിക്കാതിരിക്കുന്നതാണ് പുരുഷന് നല്ലത്. എന്നാൽ വ്യഭിചാരം ചെയ്യാൻ ലോഭനങ്ങൾ ഉണ്ടാകണമെന്നതുകൊണ്ട് പുരുഷന് ഭാര്യയും സ്ത്രീക്ക് ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ഭർത്താവ് ഭാര്യയോട് ദാമ്പത്യധർമ്മം നിറവേറ്റണം. അതുപോലെ തന്നെ ഭാര്യയും. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല അധികാരം, ഭർത്താവിനാണ്. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ അവനല്ല, ഭാര്യയ്ക്കാണ് അധികാരം. പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന കുറേ കാലത്തേക്കല്ലാതെ പരസ്പരം നൽകേണ്ട അവകാശങ്ങൾ നിഷേധിക്കരുത്. അതിനുശേഷം ഒന്നു ചേരുകയും വേണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ സംയമനം കുറവ് നിമിത്തം പിശാച് നിങ്ങളെ പ്രലോഭിപ്പിക്കും. ഇത് ഒരു അനുകൂലമായിട്ടാണ് ഞാൻ പറയുന്നത്, കൽപ്പനയായിട്ടല്ല. എല്ലാവരും എന്നെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. എന്നാൽ ദൈവത്തിൽ നിന്ന് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങളാണല്ലോ ലഭിക്കുന്നത്. ദൈവമേ, തിരുവചനങ്ങൾ കേൾക്കുവാൻ കാതോർത്തു നിൽക്കുന്നു. ദൈവമേ, തിരുവചനങ്ങൾ കേൾക്കുവാൻ കാതോർത്തു നിൽക്കുന്നു. വചനങ്ങളിൽ വിളവേകുവാൻ വിനയത്തോടെന്നും പ്രാർത്ഥിക്കുന്നു. വചനങ്ങളിൽ വിളവേകുവാൻ വിനയത്തോടെന്നും പ്രാർത്ഥിക്കുന്നു. നാദാ നീ അരുൾ ചെയ്താലും ദാസർ ശ്രവിക്കുന്നു. നാദാ നീ അരുൾ ചെയ്താലും ദാസർ ശ്രവിക്കുന്നു. നമുക്ക് ശബ്ദപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 10:25 മുതലുള്ള തിരുവചനങ്ങൾ. അപ്പോൾ ഒരു നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്ന് അവനെ പരീക്ഷിക്കുവാൻ ചോദിച്ചു, ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? അവൻ ചോദിച്ചു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എന്തു വായിക്കുന്നു? അവൻ ഉത്തരം പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം, നിന്റെ അയൽക്കാരൻ നിന്നെ പോലെയും. അവൻ പ്രതിവേദിച്ചു, നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു. ഇതനുസരിച്ച് പ്രവർത്തിക്കുക, നീ ജീവിക്കുന്നു.
എന്നാൽ അവൻ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? യേശു പറഞ്ഞു, ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരൻ്റെ കയ്യിൽപ്പെട്ടു. അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർദ്ധപ്രാണനാക്കിയിട്ട് പോയി കളഞ്ഞു. ഒരു പുരോഹിതൻ അവിടെ വന്നു അവനെ കണ്ട് മറുവശത്തു കൂടെ കടന്നുപോയി. അതുപോലെ ഒരു ലേവായനും അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി. എന്നാൽ ഒരു സമരിയക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു. അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്ത് ചെന്ന് എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി. തൻ്റെ കഴുതിയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ട് ചെന്ന് പരിചരിച്ചു. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ 2 ദിനാറ് കൊടുത്തിട്ട് പറഞ്ഞു, ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചിലവാകുന്നുവെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർദ്ധിച്ചത്? അവനോട് കരുണ കാണിച്ചവനെന്ന് ആ നിയമജ്ഞൻ പറഞ്ഞു. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുട്ടികളെ, സ്ലിഹാകാലത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഉത്ഥാനത്തിന് ശേഷം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശിഷ്യന്മാർ ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിച്ച ആ കാലഘട്ടത്തിൻ്റെ അനുസ്മരണമാണ് സ്ലിഹാകാലം. ശിഷ്യന്മാർ എവിടെയെല്ലാം പോയിരുന്നുവോ അവിടെയെല്ലാം എങ്ങനെയാണ് ഒരു ക്രിസ്തു ശിഷ്യൻ പെരുമാറേണ്ടതെന്ന് ഈശോ പഠിപ്പിച്ച സുവിശേഷ ഭാഗമാണ് ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടത്. ഉപമകളിലൂടെ ദൈവരാജ്യം എന്നുള്ള വലിയ സങ്കല്പം ഈ ലോകത്തിന് മുമ്പിൽ പഠിപ്പിച്ച ഒരു വലിയ ഗുരുവായിരുന്നു യേശുക്രിസ്തു. അവൻ ഉപമകളുടെ അല്ലാതെ ഒന്നും പഠിപ്പിച്ചില്ല എന്ന് തന്നെ സുവിശേഷത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഈശോ പഠിപ്പിച്ച 30 പ്രസിദ്ധങ്ങളായ ഉപമകളിൽ ഏറ്റവും ലോകപ്രസിദ്ധമായ 4 ഉപമകളാണ് ഉള്ളതെന്ന് നമുക്കറിയാം. അതിലൊന്ന് വിതക്കാരൻ്റെ ഉപമയാണ്, 2 ധൂർത്തുപുത്രൻ്റെ ഉപമയാണ്, 3-ാമത്തേത് നല്ല സമരിയക്കാരൻ്റെ ഉപമയാണ്. ഈ നല്ല സമരിയക്കാരൻ്റെ ഉപമ ഏറ്റവും പ്രസിദ്ധമായി തീർന്നത് അത് ലോകത്തിന് മുഴുവൻ വെച്ച് നൽകുന്ന വലിയ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്നത്തെ സുവിശേഷവും സമരിയക്കാരൻ്റെ എത്രയോ തവണ നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗമാണ്. ഈ സുവിശേഷ ഭാഗവും ഈശോ പഠിപ്പിച്ചതിന് ഒരു പ്രത്യേക പശ്ചാത്തലമുണ്ടെന്ന് നമുക്കറിയാം. മർക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും ആ പശ്ചാത്തലം മാത്രം വിവരിക്കുന്നുണ്ട്. എന്നാൽ ഉപമ മാത്രം നമുക്ക് കാണുന്നില്ല. പശ്ചാത്തലം എങ്ങനെയാണ്? ഒരു നിയമജ്ഞൻ വന്ന് കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഈശോ അവനോട് പറയുന്നുണ്ട്, നിയമത്തിൽ നീ എന്ത് വായിക്കുന്നു? അവൻ പറഞ്ഞു, അറിവുള്ള നിയമജ്ഞനാണ്, ബൈബിൾ പഠിച്ചിട്ടുള്ള നിയമജ്ഞനാണ്, കർത്താവിനെ പരീക്ഷിക്കാൻ ചോദിച്ചവനാണ്. അവൻ പറയുന്നുണ്ട്, നിയമത്തിൽ ഞങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 5-ാം തിരുവചനം ഉദ്ധരിച്ചുകൊണ്ടാണ് അവൻ പറഞ്ഞത്, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. 2-ാമത്തെ കൽപ്പനയും അവൻ വീണ്ടും പറഞ്ഞു, അത് ലേവ്യരുടെ പുസ്തകം 18-ാം അധ്യായം 19-ാം അധ്യായം 18-ാം തിരുവചനമാണ്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. കർത്താവ് അവൻ്റെ മറുപടിക്ക് ഉത്തരത്തിന് ഈശോ പറഞ്ഞു, നീ കൃത്യമായിട്ടതിന് ഉത്തരം പറഞ്ഞു. എന്നാൽ ആ നിയമജ്ഞൻ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് അവൻ വീണ്ടും കർത്താവിനെ ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? ഈ ഒരു പശ്ചാത്തലത്തിലാണ് കർത്താവ് ഈ ഉപമ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ഉപമയുടെ കഥാപാത്രങ്ങളൊക്കെ നമുക്ക് സുപരിചിതമാണ്. ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് കടന്നു പോവുകയായിരുന്നു. യാത്രാമധ്യേ അപരിചിതരായ കവർച്ചക്കാർ അവനെ വന്ന് ആക്രമിച്ചു, അവനെ കീഴ്പ്പെടുത്തി, അവൻ്റെ വസ്ത്രവും സ്വത്തുക്കളുമെല്ലാം അപഹരിച്ച് കടന്നു കളഞ്ഞു. പ്രാണവേദനയോടെ കിടന്ന ആ മനുഷ്യനെ ആദ്യം ഒരു പുരോഹിതൻ വന്നു, അവൻ തിരിഞ്ഞു നോക്കാതെ കടന്നുപോയി. ഒരു ലേവായൻ വന്നു, അവന് കണ്ടെങ്കിലും കാണാത്ത മട്ടിൽ അവന് കടന്നുപോയി. എന്നാൽ 3-ാമത് വന്ന സമരിയക്കാരൻ അവനെ കണ്ടു, അടുത്ത് വന്നു, അവനെ പരിചരിച്ച് ശുശ്രൂഷിച്ചു. അവനെ തൻ്റെ കഴുതയുടെ പുറത്തു കയറ്റി സത്രത്തിൽ കൊണ്ടു ചെന്ന് അവനെ പരിചരിച്ചു. അവനെ ശുശ്രൂഷിക്കാനുള്ള പണവും ഏൽപ്പിച്ച് അവൻ കടന്നു.
പ്രിയപ്പെട്ടവരെ, ആരാണ് ഇതിൽ നല്ല അയൽക്കാരനെന്ന് ഈശോയുടെ ചോദ്യത്തിന് ആ മനുഷ്യൻ പറഞ്ഞു, അവനോട് കരുണ കാണിച്ചവനെന്ന്. ഈശോ മറുപടി പറയുന്നുണ്ട്, നീ ശരിയായ തന്നെ ഉത്തരം പറഞ്ഞു, നീ പറഞ്ഞതാണ് ശരി, അവനാണ് അയൽക്കാരൻ. ഈശോയുടെ ദൈവരാജ്യ സങ്കല്പത്തിൽ ഈശോ ആരാണ് അയൽക്കാരൻ എന്നതിനേക്കാൾ ഉപരി ഒരു അയൽക്കാരൻ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുവിശേഷ മൂല്യം ഏതാണെന്ന് ഈശോ പഠിപ്പിക്കുകയാണ് ഈ സുവിശേഷ ഉപമയിലൂടെ. അവൻ കരുണ കാണിക്കുന്നവനാണ് അയൽക്കാരൻ, കരുണയുള്ളവനാണ് അയൽക്കാരൻ. ലോകം കണ്ട ഏറ്റവും പ്രസിദ്ധനായ ലോക നേതാക്കളിൽ ഏറ്റവും പ്രസിദ്ധനാണ് അമേരിക്കയിൽ ജനിച്ചു വളർന്ന് പ്രസിദ്ധനായി തീർന്ന മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധങ്ങളായ പ്രസംഗങ്ങൾ ഇന്നും ലോകത്തിന് മുഴുവൻ ആവേശം കൊള്ളിക്കുന്ന പ്രസംഗങ്ങളാണ്. 1929 ജനിച്ച് 68 മരിച്ച് വെറും 39 വർഷം മാത്രം ജീവിച്ച ഒരു ലോക നേതാവ്, ഒരു പ്രസംഗകൻ, ഒരു വലിയ വിപ്ലവത്തിന് ആരംഭം കുറിച്ച് അതിനുവേണ്ടി സാക്ഷ്യം വഹിച്ച മനുഷ്യൻ. അന്ന് ലോകം കണ്ട ഏറ്റവും വലിയ പ്രസംഗകരിൽ ഒരാളായിരുന്നു. 35-ാമത്തെ വയസ്സിൽ അന്ന് ലോകത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നോബൽ സമ്മാനം നേടിയ ഒരു വലിയ വ്യക്തിയായിരുന്നു. മാർട്ടിൻ ലൂതർ കിങ് ഒരു ബാപ്റ്റിസ്റ്റ് ചർച്ചിലെ ഒരു വൈദികനായിരുന്നു. അദ്ദേഹം ദൈവശാസ്ത്രം പഠിച്ച് അദ്ദേഹം അതിന് ഡോക്ടറേറ്റ് നേടിയ വ്യക്തിയായിരുന്നു. അദ്ദേഹം തൻ്റെ പൊതുരംഗത്തേക്ക് വന്ന് അബ്രഹാം ലിങ്കൻ ഒരു 100 വർഷം മുൻപ് ആരംഭിച്ച കറുത്ത വർഗ്ഗക്കാരനും വെളുത്ത വർഗ്ഗക്കാരനും തമ്മിലുള്ള വലിയ അസമത്വത്തിന് വേണ്ടി പോരാടിയ ആരംഭം കുറിച്ച ആ വലിയ വിപ്ലവത്തിൻ്റെ തുടർച്ചക്കാരനാണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ. അദ്ദേഹം തൻ്റെ പ്രസിദ്ധമായ പ്രസംഗങ്ങളിൽ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. ഐ ഹാവ് എ ഡ്രീം എന്ന് പറഞ്ഞ് അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ പ്രസിദ്ധമാണ്. വെറും 6 മിനിറ്റ് മാത്രം നീളുന്ന പ്രസംഗം ഇന്നും ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഏറ്റവും വലിയ പ്രസംഗങ്ങളിൽ ഒന്നാണ്. അദ്ദേഹം അതുപോലെ തന്നെ നടത്തിയ മറ്റൊരു മനോഹരമായ പ്രസംഗമാണ് ഈശോയുടെ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഈശോ പഠിപ്പിക്കുന്ന നല്ല സമരക്കാരൻ്റെ ഉപമയുടെ പ്രസംഗം. വെറും 2-3 മിനിറ്റ് മാത്രം നീളുന്ന ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന മനോഹരമായ ഒരു ആശയമുണ്ട്. അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ടാണ് ഈ ലേവായനും പുരോഹിതനും കടന്നുപോയത്? കണ്ടെങ്കിലും അവർ കാണാത്ത മട്ടിൽ കടന്നുപോയി, എന്തുകൊണ്ട്? അദ്ദേഹത്തിൻ്റെ ചോദ്യം വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, അവർ അവനെ കണ്ടപ്പോൾ അവരുടെ മനസ്സിലുണ്ടായ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, ഞാൻ ഈ മനുഷ്യനെ, ഈ അർദ്ധപ്രാണനായി കിടന്ന മനുഷ്യനെ ഞാൻ തൊട്ടാൽ, അവനെ ശുശ്രൂഷിച്ചാൽ എനിക്കെന്ത് സംഭവിക്കും? ഞാൻ ഈ മനുഷ്യനെ തൊട്ടാൽ, സ്പർശിച്ചാൽ, ഞാൻ ഇവനെ ശുശ്രൂഷിച്ചാൽ, ഇവനെ ഏറ്റെടുത്താൽ, ഇവൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ, അവനെ കണ്ട് അവിടെ നിന്നാൽ, അവനോട് സഹതാപം കാണിച്ചാൽ എനിക്കെന്ത് സംഭവിക്കും? ആ ചോദ്യത്തിന് അവർക്ക് മറുപടിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് ഉത്തരങ്ങൾ അവർക്കുണ്ടായിരുന്നു. അവർ കടന്നുപോയി. എന്നാൽ മൂന്നാമത് വന്ന സമരക്കാരൻ ഇതേ ചോദ്യം തന്നെ മറ്റൊരു രീതിയിലാണ് ചോദിച്ചതെന്ന് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അവൻ ചോദിച്ചു, ഞാൻ ഈ മനുഷ്യൻ്റെ മുമ്പിൽ നിൽക്കാതിരുന്നാൽ, ഈ മനുഷ്യനെ സഹായിക്കാതിരുന്നാൽ ഈ മനുഷ്യൻ എന്ത് സംഭവിക്കും? പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ അവിടെ നിന്ന് അവനെ സഹായിച്ചു. ഇന്ന് ഈ സുവിശേഷം നമ്മൾ ധ്യാനിക്കുമ്പോൾ എത്രയോ തവണ, 100 കണക്കിന് തവണ നമ്മളിത് വായിക്കുകയും ധ്യാനിക്കുകയും കേൾക്കുകയും ചെയ്ത സുവിശേഷത്തിൽ കർത്താവ് നമ്മോടും ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ സഹായിക്കേണ്ട സാഹചര്യത്തിൽ, ഞാൻ ഇടപെടേണ്ട ഒരു മേഖലയിൽ, ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട, ഞാൻ ശുശ്രൂഷിക്കേണ്ട ഒരു മേഖലയിൽ ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതിരുന്നാൽ, ഞാൻ ചെയ്യാതിരുന്നാൽ ആ മനുഷ്യർക്ക് എന്ത് സംഭവിക്കും? ആ വ്യക്തിക്ക് എന്ത് സംഭവിക്കും? കുടുംബത്തിന് എന്ത് സംഭവിക്കും? പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആഴമായി ചിന്തിക്കേണ്ട, നമ്മുടെ വെല്ലുവിളികൾ ഉയർത്തേണ്ട ചോദ്യമാണ്. നൂറ്റാണ്ടുകൾ മുമ്പ് ഒരുപാട് മനുഷ്യർ ഈ ചോദ്യം ചോദിച്ചു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ചരിത്രത്തിൽ തന്നെ, സഭയുടെ ചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ അനേകം വ്യക്തിത്വങ്ങളെ നമുക്ക് സ്വന്തമായി കിട്ടിയത്. ഭാരതത്തിൽ വന്ന് കൽക്കട്ടയിൽ ശുശ്രൂഷ ചെയ്ത മദർ തെരേസ ഉള്ളിലും ആദ്യം ചോദിച്ചത് എങ്ങനെയാണ്? കൽക്കട്ടയുടെ തെരുവുകളിൽ ഒരു തോട്ടിപ്പണി ഞാൻ ചെയ്തില്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് എന്ത് സംഭവിക്കും? എനിക്ക് എന്ത് സംഭവിക്കുമെന്നല്ല ചോദിച്ചത്. അതുകൊണ്ട് അവൾ ഇറങ്ങി, തെരുവുകളിലൂടെ ഇറങ്ങി കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി. ഫാദർ ഡാമിയൻ്റെ ജീവിത ചരിത്രത്തിൽ കടന്നു പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ഡാമിയനും ഇതേ ചോദ്യം തന്നെ ചോദിച്ചു. മഹാമാരി പോലെ കുഷ്ഠരോഗം പടർന്നു പിടിച്ചപ്പോൾ, രോഗം വന്നാൽ മരണം സംഭവിക്കുന്ന ഉറപ്പുണ്ടായിരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ചോദിച്ചു, ഞാൻ പോയില്ലെങ്കിൽ, ഞാൻ ശുശ്രൂഷിച്ചില്ലെങ്കിൽ, എൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് എന്ത് സംഭവിക്കും? അനേക വിശുദ്ധാത്മാക്കൾ ഈ ചോദ്യം ചോദിച്ചു. അവർ ഇറങ്ങി തിരിച്ചു, അവരെ ശുശ്രൂഷിച്ചു, അവർ രക്തസാക്ഷികളായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സുവിശേഷം വായിക്കുമ്പോൾ, നല്ല സമരക്കാരനെ വീണ്ടും നമ്മൾ ഓർമ്മിക്കുമ്പോൾ, ഈ ലോക നേതാവ് നമ്മുടെ മുമ്പിൽ ഉയർത്തിയ വെല്ലുവിളി, 39 വർഷം കൊണ്ട് ഒരു ലോക ജനതയ്ക്ക് വേണ്ടി
അധ്വാനിച്ച് പ്രസംഗിച്ച് അവസാനം വെടിയേറ്റ് രക്തസാക്ഷിയായി മരിച്ച മനുഷ്യൻ. അദ്ദേഹം നമ്മെ പഠിപ്പിച്ച ആ വലിയ സത്യം, ഈശോ പഠിപ്പിച്ച ആ സത്യത്തിന് അതുപോലെ തന്നെ നമ്മളെ പ്രേരിപ്പിക്കുകയും പ്രചോദനം നൽകുകയും ചെയ്യുന്ന സുവിശേഷ സത്യമാണ്. ഞാൻ ആ മനുഷ്യൻ്റെ മുമ്പിൽ നിന്നില്ലെങ്കിൽ ആ മനുഷ്യൻ എന്ത് സംഭവിക്കും? എൻ്റെ ജീവിത സാഹചര്യത്തിൽ, എൻ്റെ അയൽക്കാരുടെ ഇടയിൽ, ഞാൻ ഇടപെടുന്ന സാമൂഹ്യ മേഖലകളിൽ ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ ആ മനുഷ്യർക്ക് എന്ത് സംഭവിക്കും? നമുക്കും നമ്മുടെ സഹോദരങ്ങളെ ചെയ്യാനുള്ള അവസരങ്ങളിൽ, നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കുന്ന അവസരങ്ങളിൽ, നമ്മുടെ സഹായം പ്രതീക്ഷിക്കുന്ന മേഖലകളിൽ അവിടെയെല്ലാം നല്ല സമരക്കാരനാകാം, നല്ല അയൽക്കാരനാകാം. അങ്ങനെ ക്രിസ്തുവിൻ്റെ സുവിശേഷ മൂല്യം, ദൈവരാജ്യത്തിന് മനോഹരമായ ഈ കരുണയുടെ പാഠം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ലോകത്തിൽ എത്രയോ മനുഷ്യരാണ് ഞങ്ങൾ കരുണയുടെ പാഠങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചത്. ലോകത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും അറിയപ്പെടാത്ത എത്രയോ നല്ല സമരക്കാരാണ് കർത്താവേ ലോകത്തിൽ ജീവിക്കുന്നത്. സ്വന്തം കുടുംബവും സ്വന്തം ജീവനും സ്വന്തം സ്വത്തും സ്വന്തം സുഖവും ത്യജിച്ച് അനേകർക്ക് വേണ്ടി അധ്വാനിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ലോകത്തിലുള്ളത്. കർത്താവേ, ഈ സമരക്കാരനെ ഞങ്ങൾ ഇന്ന് ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലും അനേകർ ഞങ്ങളുടെ സഹായം ആവശ്യമുണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്ക് ഞങ്ങളെ ബോധ്യപ്പെടുത്തണമേ. അനേക ലക്ഷം മനുഷ്യർ ഞങ്ങളുടെ സഹായം ആഗ്രഹിക്കുന്നവർ, ഞങ്ങളെ കാത്തിരിക്കുന്നവർ, ഞങ്ങളുടെ ശുശ്രൂഷ ലഭിക്കാൻ അർഹതപ്പെട്ടവർ, അവരെയെല്ലാം കണ്ടുമുട്ടാനും അവരെ സഹായിക്കാനും ഒരു നല്ല സമരക്കാരനായി കരുണ കാണിക്കാനും കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ഇടവരുത്തണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. ബന്ധകുസ്ത തിരുനാളിൽ സ്ലീഹന്മാരുടെ മേൽ തിരുനാൾ രൂപത്തിൽ ഇറങ്ങി വന്ന് സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ, ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നതിന് എഴുന്നള്ളി വരണമേ. വരദാനങ്ങളാൽ സ്ലീഹന്മാരെ സമ്പന്നരാക്കിയ പരിശുദ്ധാത്മാവെ, ഞങ്ങളെയും കൃപാവരം നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പോലിത്തയെയും ഞങ്ങളുടെ അതിരൂപധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലിത്തയെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മാവിന് ദാനം നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. വിശുദ്ധ കൂദാശകളിലൂടെ ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവെ, കൗദാശിക ജീവിതത്തിലൂടെ ഞങ്ങൾ വിശുദ്ധിയിൽ വളരുന്നതിന് എഴുന്നള്ളി വരണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്ത്രീഹന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവെ, ജീവിത ക്ലേശങ്ങൾ മധ്യേ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രക്ഷോഭിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവെ, അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിനെ നൽകി സുവിശേഷ ചൈതന്യം കൊണ്ട് സ്നേഹന്മാരെ നിറച്ച കർത്താവായ ദൈവമേ, ഈ ദിവ്യാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും വർഷിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരാകട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും അവിടുത്തെ ന്യായികൾക്ക് യോഗ്യമാവിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുമേനിടവുന്നിതാ പരിശുദ്ധൻ പരിശുദ്ധൻ
നിത്യം പരിശുദ്ധൻ. താതനുമതുപോലാത്മജൻ ദിവ്യരൂഹാഖ്യം സ്തുതിയെന്നും ദൈവാംബികയെയും മാറിയോസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ. ആദിയിലെ പോലെന്നും നേക്കും ആവണമേ. സുതരുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാതില വീട്ടിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിക്കൂ. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിരരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയനങ്ങൾ ചൊരിയുവിടുന്നേക്കും. കോപവും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ ഓതാം നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള അതിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ യേശുമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് കാലത്ത് പീഡകൾ സഹിക്കുകയും ശിവാലിൽ തറക്കപ്പെട്ടവരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെ ജീവിക്കുന്നവരെ വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാവനീസായും ശരീരത്തിന്റെ ഉയർപ്പും ഇതിഹാസം ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവം നിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകർ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ഈശോയുടെ സ്നേഹിതരും വിശ്വാസമായ ഭരണാർത്ഥാക്കളെയും സത്യവിശ്വാസം മരിച്ച ഈ ലോകത്തിൽ വേർപ്പെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. ഈശോയുടെ കൃപയാലും വേണ്ടി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരനെ കുർബാന നഗരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ പുഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങൾ
അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവനേശങ്ങൾ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യരേഖത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, ഈശോയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധത്തോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അടുത്ത് വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദപൂർവ്വം ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തോടും കൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാബ്രാഹം ഇസഹാക്യാക്കോബെന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധനങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും ഘനമോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. പരിശുദ്ധരും രൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഓശാന ഈശനു സദനം. ഓശാന 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 ഈശനു സദനം. ഓശാന ഓശാന ഓശാന. പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ നീ
നിരന്തരം മുഴങ്ങുന്നു വാനിലവും ദീപ പരമഖിലവും അഖിലേശ്വര മഹിമയാൽ നിറയുന്നു തിരുവമേ ഓശാന ഈശനു സതതം ഓശാന ഓശാന ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന പ്രജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെയും പ്രതിശായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തുന്ന കാര്യമായി പരിഗണിക്കാതെ അവിടെ നിന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മൃത്യമായ ആത്മാവോടും മൃത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായ നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങളാചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസിയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പറയുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതനായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും സഭയുടെ തലവനും പിതാവുമായ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും റാൻഡ്രൂസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ടോണി മെത്രാന് വേണ്ടിയും ജേക്കബ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സമർപ്പിതരന്മായ പ്രേക്ഷിതർ, മിഷണറിമാർ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടി അങ്ങയുടെ സന്നദ്ധിയിൽ പ്രീതിജനകമാവിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനു വേണ്ടിയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിട്ടുള്ളവർക്ക് വേണ്ടി അയോഗ്യനും പാപിയും ബലഹീനനുമായ എനിക്ക് വേണ്ടി കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങളെ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും പിതാക്കന്മാരുടെയും പാവന സ്മരണ സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായി അങ്ങ് അയച്ചുവെന്നും ഉപവാസികൾ എല്ലാവരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടി നിൽക്കുന്ന ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരവോടെ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ താമസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാമുഖമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ മൂലരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്തുവിധം എന്നോട് ദയ തോന്നണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകും, തീർത്തും അയോഗ്യരാകുന്നെങ്കിലും സ്തുതിയും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് ഞങ്ങളുടെ കാരുണ്യം ഞങ്ങൾ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായി, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ വരികയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
യോഗ്യനായവനേ അനശ്വരനായ തമ്പുരാനേ അങ്ങേ സന്നിധിയിൽ സ്വർഗീയ നിമിഷങ്ങളിൽ അങ്ങേ സന്നിധിയിൽ സ്വർഗീയ നിമിഷങ്ങളിൽ അവിരാമം ഞങ്ങൾ പാടാം ആരാധന ആരാധന നാദ ആരാധന 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 നാദ ആരാധന. നമ്മുടെ കർത്താവേ ശിവശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിലെ രഹസ്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഭക്താരങ്ങളോട് സമീപിക്കാം. അനുതാപത്തിലുള്ളവാദ ശരണത്തോടെ അപരാധങ്ങളിൽ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളിൽ പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരത്തെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും കൂടി നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിൽ ഉദ്ദേശം നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പൈശാത്മാക്കളെ പവിത്രീകരിക്കുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ ഞങ്ങളുടെ ശരീരം ഉയർപ്പും ആത്മാക്കളെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ സമാധാനം നമ്മോടുകൂടെ. ദൈവമേ ദാസരുടെ പാപങ്ങൾ അപരാധങ്ങൾ കാരണം ക്ഷമിക്കണമേ. മഹോന്നതയുമായ സ്വർഗരാജന്റെ സകല വിശുദ്ധരുടെ സ്തുതിക്കുവാൻ ഞങ്ങളുടെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ ഞങ്ങളുടെ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഇടനാവുകൾ തന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങൾ ഞങ്ങളെ പുതിയ വീരകളാക്കുകയും ജ്വലിക്കുന്ന ധനങ്ങളെ കൊണ്ട് ഞങ്ങളെ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ ഇതിനെ കുറിച്ച് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രകാരം പ്രാർത്ഥിക്കണമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നെ ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ഞങ്ങളുടേതാകുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കുകയും സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിതം ആവശ്യമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. തിരഞ്ഞെടുക്കുന്ന സ്നേഹന്മാരെ അനുകരിച്ച് വിശുദ്ധ സ്വർഗത്തിലെത്തി ദൈവത്തെ അനവരതം സ്തുതിക്കുന്നു. മാലാഖമാരോടുകൂടി ഹല്ലേലൂയ പാടി നിങ്ങൾ കർത്താവിനെ പുകഴ്ത്തുവിൻ. സഹോദരനെ വരുവിൻ. ഈശോയുടെ ശരീരത്തിൽ സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടി അവിടുത്തെ സ്തുതിക്കുകയും ചെയ്യുകയും. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങൾ പ്രതിനിധിച്ചും കാരണമാകട്ടെ എന്നേക്കും.
എന്നീശോ തൻ നാമം കാതിൽ എന്നീശോ തൻ നാദം കണ്ണിൽ ഈശോ തൻ രൂപം നെഞ്ചിൽ ഈശോ തൻ സ്നേഹം മനസ്സു നിറയെ നന്ദി മാത്രം നാവിൽ എന്നീശോ തൻ നാമം സമർപ്പിതർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നിത്യപുരോഹിതനായ ഈശോ അന്യദാസന്മാരായ വൈദ്യർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിന് അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ വിശുദ്ധകരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിൻ്റെ മഹനീയം നിർവഹിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിലത്തെ സൗഭാഗ്യത്തിൻ്റെ മൂലവുമായി തീരട്ടെ. അങ്ങയോടുകൂടെ ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ. കർത്താവെ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിമാരെയും ആത്മായ പുരുഷരെയും പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകനായ ഈശോ അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും വിശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുകുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മക കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവവുമായ യേശുവിനെ സമീപിച്ച് ഇവയിൽ പങ്കുള്ള യോഗ്യരാക്കൂടെ നമുക്ക് എല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ അങ്ങയുടെ ദിവിധാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ കുരിശിലെ ബലി വഴി ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ദൈവരാജ്യത്തിന് ഞങ്ങളെ അർഹരാക്കി. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞത അർപ്പിക്കുവാൻ നിങ്ങൾ കടപ്പെട്ടവരാകും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നീക്കും. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ മിശിഹായെ നിന്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിന് നീ ഞങ്ങളെ അർഹരാക്കി. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ നിത്യമഹത്വം അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ അനന്തദാനത്തിന് നിനക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. സകലത്തിൻ്റെ നാഥായ നീക്കും. സ്നേഹപിതാവാം സകലേശൻ സൃഷ്ടിച്ചല്ലോ മാനവരെ, രക്ഷിച്ചങ്ങേ തിരുസുധന നൽകി ദാനങ്ങൾ. ദിവ്യരഹസ്യം കൈക്കൊള്ളും നമ്മെ നയിക്കും നിഖിലേശൻ. പാടാം ദൈവ സ്തുതികൾ നാം വാഴ്ത്താമെന്നും തിരുമുൻപിൽ. പരിപാവനമീയാഗത്തിൽ പങ്കാളികളായി തീർന്നവരാ നമ്മെ നിരാന്തം സകലേശൻ പ്രേഷിതരായി നയിക്കട്ടെ. രക്ഷകകൃപയും താതൻ തൻ സ്നേഹവുമൊപ്പം റൂഹാതൻ സഹവാസവുമുണ്ടാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി, എൻ്റെ കർത്താവിൻ്റെ കബറിടമേ സ്വസ്തി. ഇത് ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിജ്ഞയും പാപമോചനത്തിന് കാരണമാകട്ടെ. ഇനി ബലിയർപ്പിക്കുവാൻ ഒരുമോ അറിഞ്ഞുകൂടാ.